ഹായ്, നമ്മളെ സലൂണ് ഇന്നലെ ഓപ്പൺ ആയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ സലൂൺ നിങ്ങൾ ഉള്ളിൽ ശരിക്കും കണ്ടിട്ടുണ്ടാവില്ലല്ലേ സതി? അപ്പോൾ മൊത്തത്തിലൊന്ന് നമ്മൾ കാണിച്ചു തരാം. അത് സലൂൺ ഉള്ളതുണ്ടല്ലോ, കമ്പിൾ ടൗണിലുള്ള കമ്പിൾ ടൗൺ വെച്ചാൽ നമ്മളെ ജ്വല്ലറി അറിയാലേക്ക് ജീസസ് ഗോൾഡ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ, നേരെ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളെ സലൂണുള്ളത്. അപ്പോൾ സലൂണിൻ്റെ എൻട്രൻസ് ഇതാ ഇപ്പുറത്തെ സൈഡ് കേട്ടോ, ബിൽഡിംഗ് ഇവിടെയാണെങ്കിലും നേരെ ഇപ്പുറത്തെ സൈഡാണ് എൻട്രൻസ് ഉള്ളത്. അപ്പൊ അതിവിടെ വരുമ്പോ തന്നെ ശരിയല്ല സുധി, നമ്മൾ നല്ല ഇതാ നല്ല പച്ചപ്പാക്കി വെച്ചിട്ടാ, ചെടിയെല്ലാം നട്ടുള്ള സുന്ദരക്കുട്ടപ്പനാക്കി. ഇനി നമ്മളെ ചെടി എല്ലാവരും ഉണ്ടാവും കേട്ടാ. ഷോപ്പില് ജ്വല്ലറിയിൽ മൊത്തം ചെടിയാണ്, വീട് മൊത്തം ചെടിയായി കാടായി. ഇനിയിപ്പോ ഇവിടെയും കൂടി നമ്മൾ കാടാക്കിയാലേ നമുക്ക് സമാധാനമുള്ളത്. ചെടി ഒരു വേറെ തന്നെ ഒരു വൈബാണ്. അപ്പൊ നമ്മള് നല്ല ചെടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് കയറല്ലേ സുധി? അപ്പോൾ നമ്മൾ ടൈല് നോക്കിയട്ടെ, സുന്ദരക്കുട്ടപ്പൻ എല്ലാടിക്കും ചെടിയുണ്ട്. സ്റ്റെപ്പ് കയറുന്നടിക്കലുള്ള ചെടിയാണ്. നമ്മളെ ടൈലിൻ്റെ കളറ് നല്ല കളറാണ് എല്ലാവരും പറഞ്ഞു കേട്ടാ. ഇത് നമ്മളെ മോഡൽ കേട്ടാ. ഇവിടെ വേറൊരു മോഡലുണ്ട്, ഒരു സർപ്രൈസ് ആണ്, ഞാൻ കുറച്ചായിട്ട് കാണിച്ചു തരാം. നമ്മളെ തുടക്കത്തിലുള്ള വീഡിയോ ഉണ്ടാക്കി തിന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. എൻട്രൻസ് ഇവിടെ നമ്മളൊരു കിഡ്സിന്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു സെറ്റപ്പ് കേട്ടാ. ഇവിടെ ഒരു ബോൾ പൂള്, ഒരു സ്ലൈഡ്, പിന്നെ ഒരു സീസോ, ഈ രീതിയിൽ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ജെന്റ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഭാര്യയും ഭർത്താവും വരുത്താണെങ്കിൽ അല്ലേ, ലേഡീസ് ഓൺലി അല്ലേ, അപ്പൊ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചാൽ നമ്മൾ പുറത്താന്ന് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ ഇത് ജെന്റ്സിന്റെ സീറ്റ് ആണ്. പിന്നെ കുട്ടികൾക്ക് കളിച്ച് തളന്നിട്ടാൻ വന്നിരിക്കാനും എല്ലാരും പറ്റിയ. അപ്പൊ നമുക്ക് എന്നാ ഉള്ളിൽ കയറാം സുധി? ബാ ബാ ബാ. നമ്മളിവിടെ നല്ല ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു സ്റ്റൈലാക്കി വെച്ചിട്ട് കേട്ടാ. രാത്രി ഇവിടെ ഇരിക്കാൻ നല്ല സുഖമല്ലേ സുധി? ഓ, ഇവിടെ സുധീന്റെ ഒന്ന് ഫുൾ തുറന്നോട്ടെ. ശ്രുതിന്റെ വലിയ മറ്റേ ദേവസേനന്റെ പിക്ചർ പോലെ വലിയ പിക്ചർ ശ്രുതിന്റെ. ആർക്കും മനസ്സിലായില്ല അതുപോലെ, ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഞാനൊന്നും തിരിച്ചറിയൂല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. ശരി, എന്നാ നമുക്ക് ബാക്കി നോക്കാലാ. പിന്നെ നമ്മളിത് ബാക്കി പരിപാടിയിലേക്ക് കടക്കുന്നത്. പിന്നെ കയറുമ്പോൾ തന്നെ ഇവിടെ നമ്മളിങ്ങനെ ഗ്ലാസ് സെറ്റ് ആക്കി കേട്ടോ. തന്നെ കാണുന്നുണ്ടല്ലോ, വേറൊന്നുമില്ല, നമ്മള് മേക്കപ്പ് എല്ലാം ചെയ്ത് പോകുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഫുൾ സൈസ് കാണാം. ഡ്രസ്സിങ് മുതൽ എല്ലാ കാര്യങ്ങളും. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. ഇങ്ങനെയുണ്ട്. ഇവിടെ ശ്രുതി ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് വേഗം പോയിട്ടൊക്കെ ചെയ്യാനുള്ള പരിപാടി. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഒരു സോഫ സെറ്റ് ചെയ്തിന്. പിന്നെ ഇവിടെ ഒരു നമ്മള് കിഡ്സിന്റെ ഒരു ഏരിയ അല്ലേ സുധി? ചെറിയ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് ഇത് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏരിയ. കാരണം കുട്ടികള് കളിയിലങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കൃത്യമായിട്ട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മളെ ജ്വല്ലറി ഒന്നുകൂടി കാണിച്ചു തരാം. നോക്കിയിട്ട് നമ്മളെ ജീസസ് ഗോൾഡ് ഈട് നോക്കിയാൽ എനിക്ക് ഷോപ്പും കാണാം, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. നമ്മള് ഡാമിൻസിന്റെ കുറച്ച് സാധനം ഉണ്ടല്ലോ സുധി, ഇത് നല്ല ഹൈ ക്വാളിറ്റി സാധനം. അതുകൊണ്ട് ഇത് നമ്മൾ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രീമിയം ബ്രാൻഡാണ്, ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. ഇതാണ് മെയിൻ ക്വാളിറ്റി കേട്ടോ. പിന്നെ ഇവിടെ നെയിൽ ആർട്ട് അല്ലേ, ഇത് നെയിൽ ആർട്ടിന്റെ ടേബിൾ സെറ്റ് ചെയ്തതാണ്. ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോഫി ഉണ്ടല്ലേ, വന്നൊരിക്കലും കോഫി സുധി? വന്നൊരിക്കലും കോഫി ഉണ്ട്. ഇതൊന്നും സാധനോ? ഇത് മറ്റേ ഇത് വണക്കുന്നല്ലേ, എനിക്ക് ഇതിനെ പറ്റൊന്നും അറിയില്ലേ. ഇത് നമ്മള് ഹെയർ കട്ട്, സ്പാ അങ്ങനത്തെ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാം. ത്രെഡിങ് അങ്ങനത്തെ ഒക്കെ വരുമ്പോ നമുക്ക് ചെയ്യാനുള്ള എല്ലാം ഇവിടെ. ഓക്കെ. ഇത് ഞാൻ സെലക്ട് ചെയ്ത ബൾബാണ്. ഇതിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞേ. ശ്രുതി പറഞ്ഞത് രസമില്ലാന്ന് പറഞ്ഞാൽ അതെ, പക്ഷെ ഇത് കുറച്ച് ഓവറല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ വന്നവരെല്ലാം നല്ല അഭിപ്രായം. എല്ലാവർക്കും ആ സാധനം വെച്ചില്ലേ, നല്ല കൊലകൊലയായിട്ട്. ഇത് നമ്മളെ സെയിൽ പ്രോഡക്റ്റ് ആണ്. ഇതെല്ലാം ഓക്കെ. പിന്നെ ഹെയർ വാഷ് അല്ലേ, ഇവിടെ 2 സീറ്റ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മളെ സ്റ്റാഫാണ്, നല്ല എക്സ്പേർട്ട് സ്റ്റാഫുകളാണ് കേട്ടാ. ഹെയർ വാഷ്, പെഡിക്യൂർ ഇതല്ലേ മസാജൊക്കെ ഉള്ള നല്ല ഓട്ടോമാറ്റിക് അല്ലെ, മസാജൊക്കെ ഉള്ള പെഡിക്യൂറാണ് സെറ്റ് ആക്കിയ. ഇത് പിന്നെ ചെറിയ കുട്ടികൾക്ക് ഹെയർ കട്ട് ചെയ്യാനുള്ളതാണ് ഇത്, ഈ സംഗതി അല്ലേ. വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് എല്ലാ കുട്ടികൾക്കും ആടെ ഇരിക്കാൻ മടിയാ, ചിലവര് കരിയെല്ലാം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇവിടെ ഇരുത്തിയിട്ട് ചെയ്യാം. ഇതുണ്ടല്ലോ അടുത്ത പരിപാടി. അടുത്ത നമ്മളെ ഫേഷ്യൽ റൂം കാണിച്ചേ. ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഫേഷ്യൽ റൂം കേട്ടാ. ഇവിടെ കൊറിയൻ സ്പാ ഉണ്ട്, കൊറിയൻ പെഡിക്യൂർ ഉണ്ട്, കൊറിയൻ ഫേഷ്യൽ ഉണ്ട്, അങ്ങനെ കുറെ പ്രത്യേകത. നമ്മളെ ഫേഷ്യൽ ബെഡാണ് ഇത് കേട്ടോ. ഇത് നമ്മളെ സ്റ്റീമിന് വെക്കുന്നതാണ് കേട്ടാ. ഇത് ഹെയർ വാഷിലെ കൂടിയ നമ്മളെ വെള്ളം വരും, കൊറിയൻ സ്പാന്റെ വെള്ളം വരും. ഓക്കെ. പിന്നെ പെഡിക്യൂർ ഉണ്ട്. പെഡിക്യൂർ കാണിച്ചാ. ഇവിടെ ഒരു
ഇവിടെ ഒരു കള്ളക്കുഴി ഉണ്ട് കേട്ടോ, ഇതിനകത്താണ് എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാന്നുള്ളതാണ് മെയിൻ കേട്ടാ. ഇവിടെ വേറൊന്നുമില്ല. ഇത് ബ്രൈഡൽ റൂമും കൂടി കേട്ടാ. എന്റെ ബ്രൈഡ്സിനെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മള് മേക്കപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറമേ ബ്രൈഡലിന്റെ പരിപാടി എല്ലാം ഇതിന്റെ ഉള്ളില്. അപ്പൊ ബ്രൈഡിന് വന്നാൽ എല്ലാം ചെയ്തിട്ട് പോവാന്നുള്ളതാണ് മെയിൻ. ഇതാ നമ്മൾ അതിന് അടുത്ത റൂം കാണിച്ചേ. ഇതും ഫേഷ്യൽ റൂമാണ്. അപ്പൊ ഈ റൂമില് നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽ സെറ്റ് ചെയ്തിട്ടുള്ള. ഇതാണല്ലേ? ഓഹോ, മുഖംമൂടി അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ വേറൊരു ഫേഷ്യൽ റൂമും നമുക്ക് പിന്നെ അപ്പുറം ഒരു ഫേഷ്യൽ റൂം കൂടി ഉണ്ട്, നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഇങ്ങനെയാണ് നമ്മളെ സലൂണിന്റെ സെറ്റപ്പ് ഉള്ള സെറ്റപ്പ്. അപ്പൊ നമ്മളെ ടൈലിന്റെ സെറ്റപ്പ് എല്ലാരും കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ സുധി? ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോ എടുക്കുമ്പോ അതിനേക്കാളും സ്റ്റൈലുണ്ട്. എല്ലാരും സെൽഫിയിൽ എടുക്കുമ്പോ സെൽഫിയിൽ കാണാൻ ഭയങ്കര രസമാണ്. ഓക്കെ ഓക്കെ സുധി, നമ്മൾ ഓഫറിനെ പറ്റി പറ. ഈ മാസം മുഴുവൻ നമുക്ക് 30% എല്ലാ സർവീസിനും ഓഫർ ഉണ്ട്. അപ്പൊ തിരക്ക് പിടിച്ച് വരണമെന്നില്ല. ഈ മാസം മുഴുവൻ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓഫറും കിടക്കട്ടല്ലേ? അതെ അതെ, ന്യൂ ഇയറിനല്ലേ നമ്മൾ ഓപ്പൺ ചെയ്തത്. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഫുൾ ഓഫറാണ്. പിന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാല്. അപ്പൊ നമുക്ക് ഇവിടെ വാർഡ്സ് റിമൂവിങ് ഉണ്ട്. അതിന്റെ എക്സ്പെർട്ടിനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇവളാണ് നമ്മളിവിടെ വാർഡ്സ് റിമൂവ് ചെയ്യുന്ന ആള്. ബാക്കി ഡീറ്റെയിൽസ് ഓള് പറഞ്ഞുതരും കേട്ടോ. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഇതേപോലുള്ള ഒരു അരിമ്പാറ പോലത്തെ ചെറിയൊരു ഉണ്ണിയുണ്ട്, ഒരു ബ്ലാക്ക് കളറില്. അപ്പൊ അതാണ് ഈ വാട്സ് റിമൂവ് എന്ന് പറഞ്ഞത്. ഞാൻ മാമിന് ഒരു 1 വീക്കിന്റെ മുന്നേ ചെയ്താണ്. എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അത് കരിക്കാണ് ചെയ്യാറ്. വേദന കുറച്ചൊരു വേദന എന്തായാലും ഉണ്ടാവും. പിന്നെ പ്രശ്നമൊന്നുമില്ല. ഒരു 1 വീക്ക് ഒരു ചെറിയൊരു അടയാളം പോലെ ഉണ്ടാവും. 1 വീക്ക് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നെ നമ്മളിവിടെ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, നാനോപ്ലാസ്റ്റി, ബോട്ടോക്സ് അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഹെയർ ഫോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്, ലൈസ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ലൈസാണ് ഇപ്പൊ കൂടുതൽ കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സുധി സംഗതികളൊക്കെ പറഞ്ഞില്ല, നമ്മളെ സലൂൺ ഒന്നുണ്ട് കണ്ടല്ലോ. ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. അല്ല സുധി, പിന്നെ ഇതിന്റെ പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞല്ലോ. നമുക്കിവിടെ പ്രീമിയം ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നല്ല ബ്രാൻഡ്. ഞാൻ ഇവരോട് പ്രത്യേകം പറഞ്ഞു കേട്ടാ, എന്ത് സാധനമായാലും നല്ല ക്വാളിറ്റി മാത്രം മതി, ലോക്കലൊന്നും വേണ്ട. അത് പ്രത്യേകം പറഞ്ഞു. കാരണം നമ്മളെ ജീസൻസ് ഗോൾഡിൽ എങ്ങനെയാണോ എല്ലാം നല്ല കണ്ടീഷൻ സാധനം കൊടുക്കില്ല, അതുപോലെ പക്ക സർവീസാണ്. അതുപോലെ സുധിയുടെ എങ്ങനെ സർവീസ് എല്ലാം പക്കയല്ലേ? അടിപൊളിയാണ്. എല്ലാം നല്ല എക്സ്പെർട്ട് സ്റ്റാഫാണ്, ഇവിടെയുള്ള നല്ല ട്രെയിൻഡ് സ്റ്റാഫാണ്. അപ്പോൾ നല്ല സർവീസ്, എല്ലാ കാര്യവും പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഏതായാലും ഈ മാസം 30 വരെയുള്ള ഓഫർ എന്തായാലും ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ സർവീസ് ചെയ്യുന്നല്ലേ, എന്തായാലും ഇതൊഴി പോകുമ്പോൾ ഇത് കയറാല്ലേ? എല്ലാവരും വന്നിട്ട് വിസിറ്റ് ചെയ്ത് പോയി. പിന്നെ സുധി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഇറങ്ങിയിട്ടുള്ള. സുധിന്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും അറിയായിരിക്കും വിചാരിക്കുന്നു. എന്തായാലും അല്ലേ, എല്ലാവരും ഒന്ന് വന്നു കഴിഞ്ഞാൽ സുധിക്ക് ഒരു സന്തോഷമാണ്. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ കണ്ടല്ല, നമ്മളെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും നമ്മളെ ജ്വല്ലറിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നമ്മളെ സുധീന്റെ സലൂണിനെ ഒന്ന് കാര്യമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ പറയാമല്ലോ സുധി. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.